ഹായ് എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു റിക്വസ്റ്റഡ് റെസിപ്പിയാണ്. നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിലുള്ള അനീഷ് എന്ന് പറഞ്ഞ കുട്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള തേൻ മിഠായിയുടെ റെസിപ്പിയാണ്. ഈ തേൻ മിഠായിൽ നമ്മൾ ഫുഡ് കളർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇത് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതുമാണ്. ഈ തേൻ മിഠായി തയ്യാറാക്കുന്നതിനായിട്ട് ഇവിടെ 1.5 കപ്പ് ഇഡ്ഡലിമാവ് എടുത്തിട്ടുണ്ട്. ഇഡ്ഡലിമാവിന് പകരം നമുക്ക് ദോശമാവ് എടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ തേൻ മിഠായി നല്ലതായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പും. ഇനി നമ്മുടെ തേൻ മിഠായിക്ക് ഒരു കളറിന് വേണ്ടി നമ്മൾ ഇതിലേക്ക് ബീട്രൂട്ടിൻ്റെ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ബീട്രൂട്ട് ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത ശേഷം അത് കൈകൊണ്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീര് എടുത്തിട്ടുള്ളതാണ്. ഈ ബീട്രൂട്ടിൻ്റെ നീര് ഒഴിച്ചു കൊടുത്തതുകൊണ്ട് നമ്മുടെ തേൻ മിഠായിക്ക് ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും വരത്തില്ല. ഇനി നല്ലതായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുമ്പ് നമുക്ക് പഞ്ചസാര ലൈനി തയ്യാറാക്കണം. അതിനായിട്ട് നമുക്ക് ഈ പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ പഞ്ചസാര നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാര ഇപ്പോൾ ഇവിടെ നല്ലതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഒറ്റനൂൽ പരുവം ഒന്നും ആവേണ്ട ആവശ്യമില്ല. നമ്മൾ കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കുമ്പോൾ ജസ്റ്റ് ഒരു ഒട്ടുന്ന ഒരു പരുവം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് നമുക്ക് ഈ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഇവിടെ നല്ലതായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സ്പൂണിനകത്ത് നമുക്ക് മാവ് ഇങ്ങനെ ചെറുതായിട്ട് ഈ എണ്ണയിലേക്ക് ഇങ്ങനെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. ഈ മാവ് ഈ എണ്ണയ്ക്കകത്ത് വീണ ഉടനെ തന്നെ ഇത് ഓരോ ചെറിയ ബോൾസായി ഇങ്ങനെ പൊങ്ങി വരും. ഇനി ഇത് 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്ത് ഇത് നല്ലൊരു ക്രിസ്പി ആകുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഇപ്പം ബബിൾസ് ഒക്കെ അടങ്ങി ഇത് നല്ലൊരു ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇത് നമ്മളിങ്ങനെ കോരിയെടുത്ത ഉടനെ തന്നെ നമുക്കിത് പഞ്ചസാര ലൈനിയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ പഞ്ചസാര ലൈനിയിൽ ഇട്ട ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലെല്ലാം നല്ലതായിട്ട് ഈ പഞ്ചസാര ലൈനി ആകാൻ വേണ്ടി ഒരു തവി കൊണ്ട് വല്ലതും നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം ഈ പഞ്ചസാര ലൈനിയിൽ ഇട്ടാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഈ തേൻ മിഠായിയുടെ അകത്തെല്ലാം പഞ്ചസാര ലൈനി നല്ലതായിട്ട് നമുക്ക് കയറി കിട്ടും. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ഫ്രൈ ചെയ്ത് ചൂടോടെ തന്നെ ഈ പഞ്ചസാര ലൈനിയിലേക്ക് ഇട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പഞ്ചസാര ലൈനിക്ക് എപ്പോഴും ഒരു ചെറിയ ചൂടുണ്ടായിരിക്കണം. ഇത് തണുക്കുവാണെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം വേണം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേൻ മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്.